ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്, എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ഹെഡ് കുറെ ദിവസം ടൈല് ഇത് എന്ത് തേങ്ങയാണ്. ഞാൻ ടൈല് വിളിക്കുമ്പോൾ ഹെഡാവും. ഇന്നലെ നീ കറക്റ്റ് ആയിരുന്നു. ഇന്നലെ നീ ടൈല് വിളിച്ചു, നിനക്ക് ടൈല് കിട്ടി. ഫസ്റ്റ് വൺ നുണക്കുഴി. ഓഗസ്റ്റ് 15 സിനിമ റിലീസിനെത്തുന്നത് കേട്ടോ. ബേസിൽ ജോസഫ് പ്രധാന കഥാപാത്രമാവുന്ന സിനിമയാണ്. നമ്മുടെ ജിത്തു ജോസഫാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നുണക്കുഴി സിനിമയുടെ ട്രെയിലർ ഇന്ന് 6:30 വരും. ഗ്രേസ് ആന്റണി ഉണ്ട് അല്ലേ? ഗ്രേസ് ആന്റണി ഉണ്ട്, ബൈജു ഉണ്ട്, പക്ഷേ നരേന്ദ്രൻ സണിമൂണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അഡിയോസ് അമീഗോ. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്, US സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ സിനിമേന്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അഡ്വാൻസ് ബുക്കിംഗ്. നാളെ കഴിഞ്ഞാണ് സിനിമ റിലീസ്, ഓഗസ്റ്റ് 9. അടുത്തത് മണിച്ചിത്രത്താഴ്. സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്, നമ്മുടെ പപ്പുവിൻ്റെ. കാട്ടുപറമ്പ്. യെസ്. എന്താണ് വെള്ളം ഒരു കാലത്ത് വെള്ളം കാട്ടുപറമ്പ് ഒന്ന് ശരിക്കും നോക്കിയാൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓഗസ്റ്റ് 17 റീ റിലീസ്. അതെ, ദേവദൂതനെയും കാശ് വെക്കട്ടെ. അതെ അല്ലേ? സ്ഫടികം ഇറങ്ങി, സ്ഫടികത്തിന്റെ മുകളിൽ കളക്ഷൻ ആയിരുന്നു ദേവദൂതൻ ഇറങ്ങി, ദേവദൂതന്റെ മുകളിൽ കളക്ഷൻ മണിച്ചിത്രത്താഴിന് വിട്ടിട്ട്. മണിച്ചിത്രത്താഴിന്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ടീസർ ആയിരുന്നു, ട്രെയിലർ ആയിരുന്നു. അത് വർക്ക് അത്രക്ക് അങ്ങോട്ട് ക്വാളിറ്റി കുറവായിട്ട് തോന്നിയില്ല. ഇനി സിനിമയിൽ വരുമ്പോ എന്താണെന്ന് അറിയില്ല. അടുത്തത് സത്യനന്ദിക്കാട് ലാലേട്ടൻ മൂവി. നമ്മുടെ അഖിൽ സത്യന്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. സൂപ്പർ സ്പെഷ്യൽ ഫിലിം ഓൺ ദ വേ എന്ന് പറഞ്ഞിട്ട്. അത് എവിടെ? മുംബൈ അല്ലേ? മുംബൈയിലാണ് കാണിച്ചിട്ടുള്ളത്. എന്തായിരുന്നു സിനിമയുടെ പേരെന്തായിരുന്നു? ഹൃദയപൂർവ്വം. ഓക്കെ, എന്തായാലും തുടങ്ങട്ടെ, നല്ലൊരു സിനിമ വരട്ടെ. കാത്തിരിക്കുന്ന കോംബോ സത്യം. അടുത്തത് പാലും പഴവും. തരാടാ നിനക്ക് ഞാൻ. നീ തരണ്ട. 23 നമ്മുടെ VKP തരും. എന്തായാലും 23 സിനിമ റിലീസ് എത്തുന്നത്. സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് നമ്മൾ അന്ന് പറഞ്ഞാണല്ലോ, ഇപ്പോഴും അതന്നെ പറയുള്ളൂ. കൂടുതലൊന്നും പറയാനില്ലാത്തോണ്ട്. എന്തൊരു കഷ്ടം. എന്തായാലും അങ്ങനെ തന്നെ പറയുള്ളൂ. തങ്കലാൻ സിനിമയുടെ സ്പെഷ്യൽ പ്രിവ്യൂ. അത് ഒരാൾ ഒറ്റയ്ക്കാണ് കാണാൻ പോകുന്നത്, ഒരാൾക്ക് മാത്രം. ഈ സിനിമ ആദ്യം കാണുന്നത് ഒരാളായിരിക്കും. ആ ആളാണ് യഷ്. സ്പെഷ്യൽ പ്രീമിയർ ഒരുക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KGF ഇറക്കിയത് ആളാണല്ലോ. അതേ പശ്ചാത്തലത്തിൽ വരുന്ന മറ്റൊരു സിനിമയാണിത്. അതിന്റെ തുടക്കം. അതെ, അത് കാണിച്ചു കൊടുക്കുകയാണ് ആൾക്ക്. ഇങ്ങനെയായിരുന്നു KGF ഉണ്ടായത്. നീ ഇവിടെ കളിച്ചതൊക്കെ എന്റെ വേർപ്പാണ്. നീ കളിച്ചതൊക്കെ ചെറുത്, അതിനെക്കാട്ടും വലുത് കളിച്ചിട്ടാണ് ഇതിവിടെ ഉണ്ടായി വന്നത്. അടുത്തത് വാഴ സിനിമയുടെ GCC റൈറ്റ്സ്. ഓക്കെ, എന്താണ് AP ഇന്റർനാഷണലും പിന്നെ ആരായിരുന്നു ഹോം സ്ക്രീനും അല്ലേ? ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് രണ്ടുപേരും. അൽവാഴ ഇനി അൽവാഴയാണ്. എന്തായാലും ഓഗസ്റ്റ് 15 റിലീസ്. അടുത്തത് ബ്രദർ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. റിലീസ് ഡേറ്റ് അല്ല, റിലീസ് ദീപാവലി റിലീസായിട്ട് എത്തും. അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ജയൻ രവി, പ്രിയങ്ക മോഹനുമാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് ബ്രദർ. എന്താവോ, എനിക്ക് വലിയൊരു പ്രതീക്ഷ ഇല്ല. കാരണം അതിന്റെ സോങ്ങും കാര്യങ്ങളൊക്കെ ഇന്റർനാഷണൽ സംഭവങ്ങളാ. ഒരു വിജയം ഉണ്ടായിട്ട് കുറെ ആയില്ലേ? അടുത്തത് വിശ്വംഭര. ചിരഞ്ജീവി നായകനാവുന്ന വിശ്വംഭര സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ചിത്രത്തിന് വേണ്ടിയിട്ട് 12 ബിഗ് സെറ്റ് ഒരുക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ സെറ്റ്, 12 എണ്ണം. ഓക്കെ, അതെ. എന്തായാലും ഗംഭീരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ചിരഞ്ജീവിൻ്റെ എല്ലാം ഇനി നമ്മൾ സ്വീകരിക്കുന്നതാണ്. നല്ലതാവുമ്പോ അതങ്ങനല്ല, അതിനു മുൻപേ ട്രോളോടെ സ്വീകരിക്കാതെ അതെ. ടോക്സിക്, ഞങ്ങൾ ഇനി ടോക്സിക് ആവൂല, അത് തന്നെയാണ് അതിന്റെ ഉത്തരം. ടോക്സിക് സിനിമയുടെ ഷൂട്ട് ഓഗസ്റ്റ് 8 തുടങ്ങുകയാണ്.
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ആയിരിക്കും അതെ ലൊക്കേഷൻ. അടുത്ത ഷെഡ്യൂൾ അത് ആൾറെഡി ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എഡിറ്റിംഗ് അതിന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ടെന്നൊക്കെ കേട്ടു. അതെ അല്ലേ? ഇനിയിപ്പം ഷൂട്ട് തുടങ്ങാൻ പോണത് ബാംഗ്ലൂരാണ്. അതിൽ മലയാളി കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ യശിന്റെ ലുക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ലുക്ക്. ഓക്കെ, കൊള്ളാം, നന്നാവൂലേ? നല്ല രസമുണ്ട് കാണാൻ. ഗീതു മോഹൻദാസ് നന്നാക്കണേ ലളിയ. അതൊരു സത്യം. അടുത്തത് തഗ് ലൈഫ് സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ 10-ാം തീയതി തുടങ്ങും. ഓക്കെ, ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അത് നമ്മുടെ എസ് ടി ആറും നമ്മുടെ കമൽഹാസനും ഇവരുടെ ഇതുവരെയുള്ള പോർഷൻസൊക്കെ ഡബ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിങ്ങും കഴിഞ്ഞു, എഡിറ്റിങ്ങും കഴിഞ്ഞു 50%. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോവാണ്. എന്താണെങ്കിലും അത് അടിപൊളിയാട്ടെ. ചെന്നൈയിലാണ് അടുത്ത ഷെഡ്യൂൾ കേട്ടോ. ഓക്കെ, ഇങ്ങനെ പോവുക. എന്തായാലും അവർ പ്ലാൻ ചെയ്യുന്ന ഡിസംബറിലാണ്. ഈ വർഷം ഡിസംബറിൽ തന്നെ റിലീസിനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതിനുള്ള പോക്ക് തന്നെയാണെന്ന് തോന്നുന്നു. കൊള്ളാം, ഗംഭീരമാട്ടെ. L360 എഡിറ്റിംഗ് നടക്കുകയാണ്. കണ്ടില്ലായിരുന്നു? നിഷാദ് യൂസഫ് സംഭവം ലോഡിങ്ങിലാണ് കേട്ടോ. ഇതുവരെ ചെയ്തു വെച്ചത് എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇപ്പം എല്ലാം അങ്ങനെയാണല്ലോ, ഫാസ്റ്റായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അടുത്തത് ഗോട്ട് സിനിമയുടെ സിനോപ്സിസ് വന്നിട്ടുണ്ട്. സിനോപ്സിസ് പറയുന്നത്, അതായത് ഇതൊരു ടെററിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്. വീണ്ടും എന്ന് പറഞ്ഞാൽ ബീസ്റ്റ് അങ്ങനെയാണല്ലോ. ശരി. അപ്പൊ അതില് ഈ സയൻസ് ഫിക്ഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ വന്നാൽ സൂപ്പർ ആവും. പക്ഷെ സിനോപ്സിസിൽ അങ്ങനല്ല. സംഭവം അത് പാസ്റ്റിലുള്ള എന്തോ ഒരു സംഭവം അതിൻ്റെ ഒരു സംഭവം വരുന്നൊന്നും അങ്ങനെയൊക്കെയാണ്. എന്താവോ ദൈവത്തിന് മാത്രം അറിയാം. നടക്കപ്പോറത് യുദ്ധം. വെറൈറ്റി ഉണ്ടാവും. അത് നമ്മൾ കണ്ടല്ലോ. അടുത്ത് അല്ല, ഈ ഇവര് 4 പേരുള്ളൊരു പോസ്റ്റർ അല്ലേ? പ്രശാന്ത്, പ്രഭുദേവ, വിജയ്, പിന്നെ അജ്മൽ. അത് കുറച്ച് മുൻപുള്ളതായിരിക്കും, പാസ്റ്റ് ആയിരിക്കും. അത് നേരത്തെ ഉള്ളത് തന്നെയായിരിക്കും. എന്നിട്ട് അതിന് വേണ്ടി അതേ ഒരു സംഭവം വീണ്ടും പിന്നെ വരുമ്പോൾ ഉള്ളതായിരിക്കും. ആൾ ഏജ് ആയിട്ടുള്ള അത് ആയിരിക്കുമോ? കറക്റ്റ് ആവും. അത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ ക്ലോൺ ആയിരിക്കാൻ ചില ആൾക്കാർ പറയുന്നുണ്ട് ക്ലോൺ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിരിക്കാം, അതിന് വേണ്ടി പിന്നുള്ള പുനഃസൃഷ്ടി. വിജയ് മരിച്ചു പോവും. അപ്പൊ എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ആളുടെ പകരം ക്ലോൺ ചെയ്തിട്ട് പുതിയ വിജയൻ ഉണ്ടാക്കുന്നതായിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഒക്കെ കണ്ടറിയാം, അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും അടുത്ത ധനുഷ് റൂസോ ബ്രദേഴ്സ് പടത്തില് വീണ്ടും പ്രധാന വേഷം ചെയ്യാൻ റെഡിയാകാണ് ധനുഷ്. ആള് അല്ല, ധനുഷിന്റെ ഒരു ഇത് വെച്ചിട്ട് വേറെ ലെവലും മനുഷ്യനാട്ടോ. സത്യമായിട്ടും ആക്ടിങ്ങിന്റെ കാര്യത്തില് ഒരു രക്ഷയില്ല. എന്തിന്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റില് മാത്രമാണ് ചെറുതായിട്ട്. അത് ആളുടെ തിരക്കുകൊണ്ടായിരിക്കാം. അത് നമുക്ക് മനസ്സിലാക്കണം. സ്ക്രിപ്റ്റിന്റെ ഒരു ബലമില്ലായ്മയാണ് അതിന് ശരിക്കും ബാധിച്ചിട്ടുള്ളത്. അത് ജസൂര്യ മുൻകൂട്ടി മനസ്സിലാക്കി. അത് വായിച്ചപ്പോ തന്നെ ആൾക്ക് ബുദ്ധിമുട്ടിട്ടുണ്ട്. ആള് നല്ലൊരു ഡയറക്ടറാണ്. അപ്പൊ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു ആൾക്കും ഒരു ഭീഷണിയാവുന്ന ഒരു സംഭവം കൂടിയാണല്ലോ ഡയറക്ടർ ആകുക എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി അതിന്റെ ഒപ്പം വന്നിട്ടുണ്ടാവും. പറയുന്ന കേട്ടോ അതൊക്കെ. എന്താണെങ്കിലും കിഴി എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ.